Stories of Marketing in Touch with Positive People. എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. കസ്റ്റമർ പറയുന്നു ഭയങ്കര വില കൂടുതലാണ്, ഇതെടുക്കാൻ പറ്റില്ല, ഇതേ സെയിം പ്രോഡക്റ്റ് ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു. അവിടെ എന്ത് ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വീകരിക്കണം? ആ കസ്റ്റമറെ കാണാൻ പോയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ്, അർപ്പണ മനോഭാവത്തോടെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് കൺവേർട്ട് ചെയ്തിരിക്കും. അദ്ദേഹം വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള നെഗറ്റീവും ആ കസ്റ്റമർ അടുത്ത് പറയാതിരിക്കുക. അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും നെഗറ്റീവായിട്ട് പറയരുത്. കാരണം അദ്ദേഹം മാറോട് ചേർത്ത് അത് വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളെപ്പോലെ, എൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ അയാൾ വിറ്റ് അയാളുടെ ഷോപ്പിനെ, അയാളുടെ സ്ഥാപനത്തെ, അയാളുടെ ബിസിനസ്സിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിയല്ലേ? ആ പ്രോഡക്റ്റിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് മാറോട് ചേർത്ത് നിർത്താൻ പറ്റുന്നത്? അയാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒപ്പം ഒരു കസ്റ്റമറെ നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൊടുക്കുന്ന ബെനിഫിറ്റിനെ കുറിച്ച് പറയണം. എങ്ങനെ കൂടുതൽ മാർജിൻ, കൂടുതൽ പ്രോഫിറ്റ് ആ കസ്റ്റമർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ് കൊണ്ട്? അതാണ് അവിടെ പറയേണ്ടത്. ക്വാളിറ്റി പറയേണ്ട വരും, അയാൾക്ക് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റുകൾ പറയേണ്ട വരും. നമ്മുടെ സർവീസ്, എന്ത് സർവീസ്, റീപ്ലേസ്മെൻറ്റ് സർവീസിന് റീപ്ലേസ്മെൻറ്റ് സർവീസ് പറയേണ്ട വരും. നമ്മുടെ ഡെലിവറി, പ്രോംപ്റ്റ് ഡെലിവറി, അത് പറയേണ്ട വരും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കസ്റ്റമറെ പോസിറ്റീവ് എനർജി, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പോസിറ്റീവ് എനർജി അത് നിറച്ചു കൊടുക്കണം. അയാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കണം. ഒരു കസ്റ്റമറുടെ മനസ്സിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തുക? നല്ല പ്രോഫിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുക. നമ്മുടെ പ്രോഡക്റ്റ് വയ്ക്കുന്നതോടുകൂടി അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം. നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എ എന്ന പ്രോഡക്റ്റാണ്. ബി എന്നുള്ള പ്രോഡക്റ്റ് അയാളുടെ കോമ്പറ്റീറ്ററായിട്ട് അയാൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്. എന്തൊക്കെ സ്കീമുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ അഡീഷണൽ സ്കീമുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അഡീഷണൽ സ്കീമുകളെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യണം. എന്തൊക്കെ കമ്പനിയിൽ നിന്നും അഡീഷണൽ സ്കീമുകൾ എന്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ 50 പീസിന് ഒരു സ്കീം കമ്പനി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 25 പീസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്കീം കമ്പനി കൊടുക്കുന്നുണ്ട് എന്ന് വെറുതെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്ന് വിചാരിക്കുക. കമ്പനിയുടെ യഥാർത്ഥ റിയലായ ഓഫർ എത്രയാണ് നിൽക്കുന്നത്? 50. സാർ 50 പീസ് തരാം. കമ്പനിയിൽ സംസാരിക്കാം. ഞാൻ സംസാരിച്ച് 50 പീസാക്കി ഇതിൻ്റെ 50 പീസ് സാറിന് ഓഫറിൽ തരാം. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മനംമാറ്റം വന്നേക്കാം. അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള ചേഞ്ചസ് വന്ന ശേഷം ആ ചേഞ്ചസ് വരുത്തിയവരാണ് ഇതുപോലെ സംസാരിക്കാൻ അവർക്ക് പറ്റുക. അതുകൂടി മനസ്സിലാക്കി വെക്കുക. കമ്പനിയുടെ റിയലായ ഓഫറിൽ അയാൾ അട്രാക്റ്റീവായി ആ സ്കീം അവിടെ കൊടുക്കുക. അപ്പോൾ കോമ്പറ്റീറ്ററായിട്ട് നോക്കുമ്പോൾ പ്രൈസിങ്ങിൽ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്, മാർജിൻ കൂടുന്നുണ്ട്. പിന്നെ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റുകൾ കൊടുക്കാം. 45 ഡേയ്സ് കൊണ്ട് പേയ്മെൻറ്റ് കിട്ടുകയാണ്. ഒരു 5% കൂടി അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ആ ബെനിഫിറ്റ് കൊടുക്കുക. അങ്ങനെ ഒരു ഓഫർ കൊടുത്താൽ കൃത്യമായിട്ട് ആ ഓഫർ വാങ്ങിച്ച് കൊടുത്തിരിക്കണം കേട്ടോ കസ്റ്റമർക്ക്. അല്ലെങ്കിൽ അത് മോശമായിരിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ പാലിക്കാൻ തയ്യാറാവണം. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും പറയുന്ന വാക്ക് പാഴാക്കരുത്. വാക്കിന് വാല്യൂ കൊടുക്കണം. ഒരു കസ്റ്റമറുടെ മുന്നിലിരുന്ന്, ഒരു മനുഷ്യൻ്റെ മുന്നിലിരുന്ന് അങ്ങനെ ചെയ്തു തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അയാൾ ഓഫർ നിന്ന് അത് പിന്നെ തിരിഞ്ഞു നോക്കാതെ, ചിലപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നോട്ടൊന്നും കൊടുക്കാതെ, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാതെ ആ ഭാഗത്തേക്ക് നോക്കാതിരുന്നാൽ പിന്നെ ആ കസ്റ്റമർ നിങ്ങളുടെ ഒപ്പം നിൽക്കില്ല. പറയുന്ന വാക്ക് പാലിക്കാൻ പറ്റണം. എല്ലാ ഡീലേഴ്സിനെയും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഒരുപോലെ ഈക്വലായിട്ട് കാണാൻ സാധിക്കണം. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസാന്നിധ്യത്തിലേക്ക് ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് വളരണം. ഒരു എക്സിക്യൂട്ടീവ് വളരുന്നത് എല്ലാവരെയും ഈക്വലായിട്ട് കണ്ട് സ്നേഹത്തോടെ ഇടപെട്ട് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കുമ്പോഴാണ്. അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പോലും
കമ്പനിയാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നതെങ്കിൽ പോലും, കമ്പനിയോ ഡിസ്ട്രിബ്യൂട്ടറോ ആരായിക്കോട്ടെ, ഒരു കാരണവശാലും ആ കസ്റ്റമറിനെ ഫീൽ ചെയ്യരുത് ഇവൻ കമ്പനിയുടെ ആളാണെന്ന് ഫീൽ ചെയ്യാതിരിക്കണം. എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണെന്നുള്ള ഫീല് അയാളിൽ ഉണ്ടാകണം. അയാളുടെ ഹൃദയത്തിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്, എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് അയാൾ എന്ന് തോന്നുമ്പോൾ ഒരു വിശാലത അയാളുടെ മനസ്സിൽ വരും. ആ വിശാലതയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ ടേൺ ഓവർ ഉയർത്തുന്ന തരത്തിലുള്ളതായിരിക്കും. ഡെഫിനറ്റാണ്, ഉറപ്പുള്ള സത്യങ്ങൾക്ക് എപ്പോഴും വാല്യൂ ഉണ്ടാകും. എന്താണ് സെയിൽസ്? പ്രോഡക്റ്റ് കൺവേർട്ട് ഇൻ ടു ക്യാഷ്. അത് ക്യാഷാക്കി മാറ്റാൻ പറ്റണം. ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണം. സെയിൽസിൻ്റെ ലാസ്റ്റ് ഏരിയയാണ് പേയ്മെൻറ്റ് കണ്ടീഷൻ കൃത്യമായിട്ട് ക്ലാരിറ്റിയോടെ ഒരു ഡീലറുടെ അടുത്തോ ഒരു കസ്റ്റമറുടെ അടുത്തോ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തോ നിങ്ങൾക്ക് പറയാൻ സാധിച്ചിരിക്കണം. പേയ്മെൻറ്റ് വാങ്ങിച്ച് കമ്പനി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഒരു കമ്പനിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ. കമ്പനിയിലേക്ക് ക്യാഷ് വരണം. പൈസ, പ്രോഡക്റ്റ് കൊടുക്കുന്നതിൻ്റെ പൈസ, പേയ്മെൻറ്റുകൾ കൃത്യമായി എക്സിക്യൂട്ടീവ് ലെവലിലുള്ളവർ വാങ്ങിച്ച് കമ്പനിയിലേക്ക് കൊടുക്കണം. മാർക്കറ്റിങ്ങിലുള്ള ചിലരുടെ പ്രത്യേകതയാണ് സെയിൽസ് എത്ര വേണമെങ്കിൽ നടത്താം, പൈസ മേടിക്കാൻ ഉണ്ടാവില്ല, വേറെ ഇതിനും പോകണം. അത് പറ്റില്ല. നമ്മളൊരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് കണ്ടീഷൻ ക്ലാരിറ്റി ആയിട്ട് അത് വാങ്ങിച്ചിരിക്കണം. എത്ര ദിവസം കൊണ്ട് പേയ്മെൻറ്റ് കിട്ടും, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ക്യാഷ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 45 days ഇട്ട് ചെക്ക് വാങ്ങിച്ചിരിക്കണം. അല്ലെങ്കിൽ നെഫ്റ്റ് ഇന്ന ദിവസത്തിൽ നെഫ്റ്റ് വന്നിരിക്കും, 10 daysനുള്ളിൽ നെഫ്റ്റ് വന്നിരിക്കും, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, 5%, 10% ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക്, കമ്പനി അക്കൗണ്ടിലേക്കോ ഡിസ്ട്രിബ്യൂട്ടർ അക്കൗണ്ടിലേക്കോ വന്നിരിക്കണം. ആ കാര്യം മസ്റ്റാണ്. സെയിൽസ് എല്ലാവർക്കും നടത്താൻ പറ്റും. ചിലപ്പോൾ വാരിക്കോരി കസ്റ്റമർ എടുത്തോളും. പൈസ മേടിക്കണം, ക്യാഷ് മേടിക്കുക, ക്യാഷ് കളക്ട് ചെയ്യുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സിൻസിയറായ ഒരു എക്സിക്യൂട്ടീവ്, ഡെഡിക്കേറ്റഡായ ഒരു എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട റെസ്പോൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ സിമ്പിളാണ്. ഒരു പ്രോഡക്റ്റുമായി കസ്റ്റമറെ കാണുന്നു, കസ്റ്റമറെ കൺവേർട്ട് ചെയ്യുന്നു, കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് പർച്ചേസിങ് പവർ ഉണ്ടാക്കുന്നു, പർച്ചേസ് ചെയ്യിപ്പിക്കുന്നു, ഒരു ഡേയ്സ് ഫിക്സ് ചെയ്യുന്നു, അതിൻ്റെ ക്യാഷ് മേടിക്കുന്നു, അതിൻ്റെ ക്യാഷ് മേടിച്ച് കമ്പനിയിലേക്ക് അടയ്ക്കുന്നു. വളരെ സിമ്പിളാണ്. ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറുമ്പോഴാണ്, അല്ല ഒരാൾക്ക് എത്ര നിസ്സാരമായിട്ട് പറയാം ഇങ്ങനെ ടേബിളിലിരുന്ന്, ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ്, ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെ, ഹിൻഡ്രൻസ് എന്തൊക്കെ തടസ്സങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാകുന്നതല്ലേ? ശരിയല്ലേ? ഓൾ ദ ബെസ്റ്റ്.